ഹായ് ഹലോ അസ്സാം വലൈക്കും. ഹായ് ഗായ്സ്. ഇതേ ഞാൻ പയർ റോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം വൻപയർ ഇതേ മുളപ്പിച്ചതാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനാണ്. ചോറ് വെച്ചു അൽഹംദുലില്ലാ. അപ്പം പിന്നെ എന്താ പറയുക, പയറില്ലേ, പയർ നമുക്ക് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ചെറുപയർ, വൻപയർ ഇത് മുളപ്പിച്ച് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ശരീരത്തിൽ മുട്ടുവേദനയൊന്നും ഉണ്ടാവില്ല. ശരീരത്തിന് ബലമാണ്, അതായത് കാൽസ്യം ഗുളികയ്ക്ക് സമാനമാണ് ചെറുപയർ, വൻപയർ, കടല ഒക്കെ. എല്ലാവരും ഇതൊക്കെ കഴിക്കുക. പിന്നെ വൈകിട്ട് നല്ല കടലക്കറി വെച്ചു. കടല അൽഹംദുലില്ലാ. പിന്നെ ഇത് നല്ല കടലിൽ നിന്ന് കിട്ടിയ പച്ച മീനാണ് കേട്ടോ. ഇവിടെ തിരിയാറെന്ന് പറയും. ഇത് കടലിൽ ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് വന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, മാഷാ അല്ലാഹ്. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. നിങ്ങളിങ്ങനെയാണോ വെക്കുന്നത്? ചിലവർ ഉണക്കമുളക് പൊടിച്ചിടും. കുരുമുളകും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മുളകിന് പകരം കുരുമുളക് ഇടാം കേട്ടോ. മുളക് ധാരാളം ഉപയോഗിക്കുന്നവർ കുരുമുളക് ഇട്ട് റോസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഹെൽത്തിയാണ്, നല്ലതാണ്. അപ്പം ഞാൻ ഇവിടെ അങ്ങനെ മുളക് പൊടി ഉപയോഗിക്കൽ കുറവാണ്. അപ്പം ചോറിൻ്റെ കൂടെ കുരുമുളക് അത്രയും നല്ലതല്ലല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് തട്ടി. അപ്പോൾ പാചകത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. നമ്മുടെ ഹാർട്ടിനൊക്കെ വളരെ നല്ലത് അത് തന്നെയാണ്. വേറുള്ള ഓയിലിലൊക്കെ ധാരാളം മായം, കെമിക്കൽസ് ചേർന്നിട്ടുണ്ട്. ആരും ഉപയോഗിക്കാതിരിക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ എന്താണ് തവിടെണ്ണ, ഇത് മൂന്നും നമുക്ക് വിശ്വസിക്കാം, നല്ലതാണ്. നമ്മുടെ ശരീരത്തിനൊരു അസുഖങ്ങളും ഉണ്ടാവില്ല. വെളിച്ചെണ്ണ ചെയ്യുന്നത് ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ പ്രത്യേകം മേടിച്ച് വെച്ചിട്ടാണ് ഞാൻ പാചകം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.